ഹലോ നമസ്കാരം. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഒരു കുഞ്ഞു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് ഇത്തിരി തിരക്കുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനൊന്നും അധികം സമയമില്ല. അപ്പം ഞാനൊരു കുഞ്ഞ് ഉച്ചയൂണാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കുന്ന ഒരു മാങ്ങാ പച്ചടീന്, പച്ചമാങ്ങാ പച്ചടി. അപ്പോൾ അതിനായിട്ട് മാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതേ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 2 പിടി നാളികേരം എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യമുള്ള പച്ചമുളകാണ്. പിന്നെ നമ്മൾ 2 ഇതള് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ചെറിയ ജീരകം, ഒരു 1/4 സ്പൂണിൻ്റെ പകുതിക്ക് മതി ചെറിയ ജീരകം. പിന്നെ ഇത് അരയ്ക്കാനായിട്ട് തൈരാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ, വലിയ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ തൈര് അധികം പുളിയൊന്നും ഇല്ലാത്ത കാരണം ഒരു 3 സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരും കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ കൊണ്ട് ഒരു 1/4 സ്പൂണൊക്കെ ഉണ്ടാവും കടുക്. അപ്പം അതും കൂടി അതിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം കടുക് ചേർത്തിട്ട് നന്നായി അരയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. നമ്മൾ ആദ്യം നാളികേരം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുത്ത് നമ്മൾ അരച്ചെടുത്ത മാങ്ങയിലേക്ക് ഒഴിച്ചു. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പച്ചമാങ്ങ പച്ചടി. ഇനി അതിലേക്കൊന്ന് താളിച്ചൊഴിച്ചാൽ മതി. അപ്പോൾ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുത്തു. അപ്പോൾ അതേ നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി. പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഉരുളൻകിഴങ്ങ് തൊലിക്ക് കളഞ്ഞ് നമ്മളൊന്ന് ഇത്തിരി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തുള്ള ഉരുളൻകിഴങ്ങ് മുഴുവനായിട്ടിട്ട് ഇനി അതിലേക്ക് വേണ്ട പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം 1 സ്പൂണോളം, ചെറിയ സ്പൂൺ കൊണ്ട് 1 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് വെള്ളം കുറച്ച് തെളിച്ച് കൊടുക്കുക കേട്ടോ. അധികം വെള്ളം ഒഴിക്കണ്ട, ഒഴിച്ച് വേവിക്കൊന്നും വേണ്ട, ഒന്ന് വെള്ളം തെളിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ വെള്ളം ഇടയ്ക്കൊന്ന് തെളിച്ച് കൊടുക്കുക വെള്ളം. എന്നിട്ട് ഇങ്ങനെ ചെറിയ തീയിൽ നന്നായിട്ട് വെന്ത് വരുന്ന വരെ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയൊക്കെ ആയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1-2 മിനിറ്റ് കൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിനായിട്ടുള്ള മസാലയ്ക്കായിട്ട് ദേ ഒരു ബൗളിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പെരിഞ്ജീരകം ഇത്രയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് 1 സ്പൂണോളം കോൺഫ്ലവറും കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഉപ്പൊക്കെ നോക്കി എല്ലാം പാകണമെന്ന് കണ്ടാൽ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്ത ചിക്കൻ അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം പാകമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് നന്നായി മസാല വെട്ടൊന്ന് മാറ്റി വെച്ചു. അപ്പോൾ അതേ 10-15 മിനിറ്റ് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് അപ്പുറപ്പുറം മറിച്ചിട്ട് ഇതേ മുരിയിച്ചെടുത്തു. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകൊന്ന് നടുക്കിയതും അതിലേക്ക് ഇട്ടു. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് ഈസി ആയിട്ടുള്ള 2 കറികൾ, തൊടുകറിയും അതുപോലെ തന്നെ ഒരു മെഴുക്ക് പുരട്ടിയും പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈയും, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.